ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി വെറൈറ്റി കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. താറാവ് വെച്ച് നാടൻ രീതിയിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് അടിപൊളി കറി എന്നൊക്കെ ഉണ്ടാക്കാം. ഇതിനായി നമ്മൾ 1/2 കിലോ താറാവ് കുക്കറിൽ 3 വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിക്കാൻ നേരത്ത് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ലേശം മല്ലിപ്പൊടി. ഇതിലേക്ക് നമ്മൾ ഒരു മുഴുത്ത തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്, 1 മുറി. ഇത് നമുക്ക് എങ്ങനെ വീടുകളിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 തവി മതിയാവും. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ പതുക്കെ പൊട്ടി വരുന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൊടുക്കാം. പെരിഞ്ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ ജൂലിയം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിലൂടെ ഒന്നിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇഞ്ചി ഒന്ന് പച്ചമണം വരെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു ചോളം വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതോടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 കഷ്ണം പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചോപ്പ് ചെയ്യുകയോ സ്ലൈസ് ചെയ്യുകയോ നീളത്തെ കീറിയിടുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചോപ്പ് ചെയ്ത് പാൽക്കറി ആയതുകൊണ്ട് കുറച്ച് എരിവിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്കിവനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പത്തിനൊക്കെ കൂടാൻ പറ്റിയ അടിപൊളി കറിയാണ്. നമ്മൾ തേങ്ങാപ്പാൽ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഒത്തിരി എരിവില്ലാണ്ട് നമുക്ക് താറാവ് പാൽക്കറി ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉണക്കമുളക്, കറിവേപ്പില എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ സവോള 2 കഷ്ണം സവോള നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോള വാടാൻ വേണ്ടിയിട്ട് നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മുടെ സവോളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. നമ്മൾ 1 കഷ്ണം തക്കാളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. നമുക്ക് ഗരം മസാല, നമ്മുടെ എല്ലാ മസാലപ്പൊടികളും എല്ലാം കൂടി ചേർത്ത് ഒരു സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ മസാലയാണ്, അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്തെങ്കിലും ചേർത്താൽ മതി. ഇത് നമ്മളൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ട് ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇവനെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് വഴറ്റി നല്ല മണം വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് താറാവിന് ഇട്ട് കൊടുക്കാം. താറാവിന് വെള്ളം കുറച്ച് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും യോജിപ്പിച്ച് നല്ല പരുവാക്കി എടുക്കാം. നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എനിക്ക് താറാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ താറാവിനെ 15 മിനിറ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ച് നമ്മുടെ കറി ഫിനിഷ് ചെയ്യാം. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല തിക്കായിട്ട് കറി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് തിളപ്പിച്ച് ഒന്നുകൂടെ എടുക്കാം. നമ്മുടെ
തേങ്ങാപ്പാലിൽ വെച്ച താറാവ് കറി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കത് നല്ല രീതിക്ക് വീടുകളിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണ്. നിങ്ങൾ ഉറപ്പായിട്ടും വീടുകളിൽ പോയി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്, ഗംഭീരമാണ്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു താറാവ് കറിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റവുമായി വീണ്ടും കാണാം.